ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിഞ്ഞത് നമ്മുടെ മനസ്സിരുന്നാ മതി. രോഹിത്തിന് എവിടെ നിന്നോ നന്നായിട്ട് അടി കിട്ടിയെന്നാ ഞാൻ കേട്ടത്. അയ്യോ, നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം ഇങ്ങനെ ആയതിലും സങ്കടവും ഉള്ളി പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനും ഉള്ളതുകൊണ്ടായി പറയുന്നേ. മോളെ ശ്യാമേ, നീയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോണം. ഇവളിപ്പോ രോഹിത്തിന്റെ മുമ്പിൽ തോക്കണമെന്നാണ് അമ്മ ഇപ്പൊ പറയുന്നേ. നീ ഇപ്പൊ രാജീവിന്റെ മുന്നിൽ ജയിച്ചു നിൽക്കുവാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. ജീവിതത്തിൽ ജയിച്ചു നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാവണം. അത് അവരുടെ കഴിവുകൾ തെളിയിച്ചത് കൊണ്ട് പറയുന്നതാണെന്നെങ്കിലും വെക്കാം. പക്ഷെ തോറ്റവർക്ക് അത് പറയാൻ യാതൊരു അർഹതയും ഇല്ല, സമൂഹത്തിൽ സ്ഥാനവും ഇല്ല. അമ്മേ, ഞാനിപ്പോ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോണോന്നാണോ അമ്മ ഈ പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ സമയമായിന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണെങ്കിലും തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാ. ആ, കുറുപ്പ് സാറ്. ആ സാറേ, നമ്മുടെ ജീവിതത്തെ മൊബൈൽ ഫോൺ കാർന്നു നിന്നതിന് ശേഷം അന്യം നിന്നുപോയൊരു ഏർപ്പാടാ നിങ്ങളിപ്പോ ഇവിടെ കാണിക്കുന്നത്. ഈ ഒത്തൊരുമയും ഒത്തുചേരലും സൗഹൃദം പറച്ചിലും ഒക്കെ ഒരു കുടുംബത്തും കാണാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും ഒറ്റ ഒരാൾക്കും സമയമില്ല. ഉണ്ണാനിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഇവൻ നമ്മുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും ഒക്കെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ് ചായ കുടിക്കാൻ ഇറങ്ങിയതാ? ആ, ചായ കുടിക്കണം. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. സാറ് വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ സാറേ. ഇവരുടെ കാര്യത്തിന് എന്താ ശാരദാമ്മേ ഒരു തീരുമാനമാവാത്തത്? ശാരികയുടേത് കോടതിയിൽ തീരുമാനം ഉണ്ടാവുന്ന വെക്കാം. ശ്യാമ എന്താ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി അതൊക്കെ പരിഹരിക്കാൻ നോക്ക്. സൂചിക്കെടുക്കാൻ കഴിയുന്നത് പിന്നെ തൂമ്പാക്കെടുക്കാൻ നോക്കിയാലും കഴിഞ്ഞെന്ന് വരില്ല. എന്തു പറയാനാ സാറേ, ഇവരുടെ മനസ്സിനകത്ത് കയറിയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ശ്യാമയ്ക്ക് അവിടെ തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അറിഞ്ഞത് നമ്മുടെ മനസ്സിരുന്നാ മതി. രോഹിത്തിന് എവിടെ നിന്നോ നന്നായിട്ട് അടി കിട്ടിയെന്നാ ഞാൻ കേട്ടത്. അയ്യോ, അടിയോ? എവിടുന്ന്? ഏതോ മില്ലിന്നാ. കാശ് വാങ്ങിക്കാനായിട്ട് പോയപ്പോ അവര് നന്നായിട്ട് പെരുമാറിയെന്ന് അറിഞ്ഞത്. ഈശ്വര. എന്തായാലും പിന്നെ വിഷ്ണു അവരോട് ചോദിക്കാൻ പോയെന്നോ നന്നായിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടു. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊക്കെ നേരിട്ട് ചെന്ന് കണ്ടറിഞ്ഞാലേ ബോധ്യപ്പെടാനൊക്കൂ. അപ്പൊ വെറുതെയല്ല ഞാൻ വിഷ്ണുവിന്റെ സ്വപ്നം കണ്ടത്. നമ്മൾ കാണുന്ന സ്വപ്നം പലപ്പോഴും നമുക്കുള്ള ഓർമ്മയാണ്, ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ. പിണക്കങ്ങൾ മറന്ന് രോഹിത്തിനെ ഒന്ന് കാണാൻ ശ്രമിക്കേ. ഈ സമയത്ത് കയറി ചെല്ലുമ്പോ അവർക്കാർക്കും ഒന്നും പറയാനും പറ്റില്ല, ഒരാശ്വാസമാവുകയും ചെയ്യും. സൗന്ദര്യ പിണക്കം അങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോയിക്കോളും. മനസ്സിലായല്ലോ ശാരദാമ്മേ? ഇനി ഒരു ചായ ആവാം. ആ മോളെ, ചായ എടുക്ക. ശ്യാമേ, നീ വന്നേ. വാ.
ഈ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതാ ശാരദാമ്മേ. എത്ര പൊരുത്തം നോക്കി കല്യാണം നടത്തിയാലും അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ല, അതൊക്കെ കൂടി ചേർന്നാണല്ലോ നമ്മുടെ ഈ ജീവിതം. എന്താ വല്യേച്ചി? ഇങ്ങോട്ട് വാ. ഡി, കുറുപ്പ് സാർ പറഞ്ഞത് കേട്ടില്ലേ? നീ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ടോന്ന്. ആ, അല്ല, ഈ സമയത്ത് ഞാൻ പോവാതിരുന്ന എങ്ങനെ വല്യേച്ചി? നമ്മളായിട്ട് ഇനിയിപ്പോ പോയാ പിന്നെ നീ എന്തിനു വേണ്ടിയാണോ ഇത്രയും കാലം ഇവിടെ വന്ന് നിന്നത്? അതൊക്കെ വെറുതെ ആവും. രോഹിത് തൊട്ട് നന്നാവാനും പോകുന്നില്ല. സത്യാമ്മയുടെ ഭരണം അതിപ്പോ കാണുന്നതിന്റെ അപ്പുറം ആവുകയും ചെയ്യും. നിന്റെ കുഞ്ഞേച്ചി പോലും നിന്റെ രക്ഷയ്ക്ക് എത്തില്ല. എന്താന്ന് വെച്ചാ നീ തന്നെ അങ്ങ് ചെയ്യൂ. ജീവിതം കൈവിട്ടു പോയവളുടെ ഉപദേശം കേൾക്കരുതെന്നല്ലേ സൂചന. നീ സ്വയം ചിന്തിക്ക്. രോഹിത്തിന് അടി കിട്ടിയിരിക്കുന്നത് പലിശ പണം പിരിക്കാൻ പോയ സ്ഥലത്ത് നിന്നാ. അതിന്റെ കാര്യം പറഞ്ഞതിന്റെ പേരിലല്ലേ നീ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊന്ന് ഓർത്താ മതി പോകാനുള്ള ചിന്തയുണ്ടെങ്കിൽ. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. വേണ്ട, അങ്ങനെ ഇപ്പൊ അയാള് ജയിക്കണ്ട. ഞാൻ പോകുന്നില്ല അങ്ങോട്ട്. ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞ അച്ചിട്ടായില്ലേ? ഭാമേ, രോഹിത് അല്ല വിഷ്ണു. വിഷ്ണുവിനെ പോലെ ആവില്ല രോഹിത്. അവൻ കൂട്ടിയാ കൂടില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ എന്തായി? അടിയും കൊണ്ടൊന്ന് കിടക്കുക. എന്റെ ഭാമേ, അവനെ പോലൊരു പാവത്തിനെ കൊണ്ട് തല്ലു വിളിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. എന്റെ രാഘവേട്ട, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാതെ. ഇങ്ങനെയൊക്കെ വരുമെന്നോർത്താണോ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നേ? പിന്നെ ഏതൊരു തൊഴിലും പരിചയമായി വരാൻ കുറച്ചു കാലതാമസം എടുക്കുമല്ലോ. അവനെ അപ്പോ നീ പിന്നെ തല്ലുവിളികൾ പരിപാടിയല്ലേ? വിഷ്ണുവിന്റെ കൈക്കരുത്തിന്റെയും മനക്കെട്ടിയുടെയും തന്റെ അടുത്തിന്റെയും പുറത്താ വാങ്ങിക്കുന്നവർക്ക് കൃത്യമായിട്ട് പലിശക്കാശ് തരുന്നതേ. അല്ലാതെ സത്യഭാമയുടെ മഹത്വം കൊണ്ടൊന്നും അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീ അയക്കുന്നത് ആരായാലും അവരുടെ കയ്യിൽ വാങ്ങിക്കുന്നവർ പണം കൊടുത്തോളും എന്ന നിന്റെ ഈ അതിര് കവിഞ്ഞുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റിക്കളാ. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ, അത്രമാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. അതെ, അത് നിന്റെ കീഴിൽ കണക്കെഴുതിരിക്കുന്ന ആളാണേ ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ആ രാമനില്ലേ, അല്ലെങ്കിൽ രാമന്റെ സ്ഥാനത്ത് മറ്റൊരാള്. പക്ഷേ അതുപോലൊന്നും അല്ല ഈ പണിയെ. ഈ ജോലിക്ക് പ്രത്യേകിച്ച് മെരുക്കവും കഴിവും ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നമ്മുടെ രോഹിത്തിനില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട് ഭാമേ. നീ ഒരിടങ്ങ് മാറിപ്പോയെന്നേ. എല്ലാം വെട്ടുപിടിക്കാനുള്ള പറക്കം പാച്ചില് നീ പലതും കാണുന്നില്ല. ഇല്ല. അതെ, നീ ഒരു കാര്യം ഓർക്കണം. പണത്തിനായുള്ള നിന്റെ പരക്കം പാച്ചി തുടങ്ങിയ തൊട്ടു പിന്നാലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്.